ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മാലിന്യ സംസ്കരണത്തിന് ഭരണകൂടം പല പദ്ധതികളും നടപ്പാക്കിയെങ്കിലും ഒന്നും വേണ്ടവിധം ഫലം കണ്ടില്ല. രാഷ്ട്രീയ പാർട്ടികളും NGO സംഘടനകളും സന്നദ്ധ പ്രസ്ഥാനങ്ങളും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇറങ്ങിത്തിരിച്ചത് ഏറെ അഭിനന്ദനാർഹം തന്നെ. പ്രധാന വാർത്തകളിലേക്ക്. ബാർക്കോഴ വിവാദം സർക്കാരും മദ്യലോബിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തരും ഭാരതീയരാണെന്ന് പറയുന്നതിന്റെ അടിത്തറ പാകിയത് സാമൂതിരിയാണെന്ന് MK രാഘവൻ MP. സാമൂതിരിയും കോയമാരും എന്ന സെമിനാർ കോഴിക്കോട്. KSRTCയെ സംരക്ഷിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതിനായി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി MK മുനീർ. വിശദമായ വാർത്തകളിലേക്ക്. ബാർക്കോഴ വിവാദം സർക്കാരും മദ്യലോബിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പ്രശ്നം ഒത്തുതീർക്കാനാണ് ബാർ ഉടമകൾക്കും സർക്കാരിനും താൽപര്യമെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ. ഉമ്മൻചാണ്ടി മാറി നിൽക്കണമെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമെന്നും പിണറായി വിജയൻ കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. ബാർക്കോഴ വിവാദം സർക്കാരും മദ്യലോബിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നം ഒത്തുതീർക്കാനാണ് ബാർ ഉടമകൾക്കും സർക്കാരിനും താൽപര്യമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. അത് രണ്ടു കൂട്ടർക്കും താൽപര്യം അത് ഒത്തുതീർന്നതിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് പുറത്തു വന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പറയാനിടയായത്. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തരും ഭാരതീയരാണെന്ന് പറയുന്നതിന്റെ അടിത്തറ പാകിയത് സാമൂതിരിയായിരുന്നെന്നും സാമൂതിരി കുടുംബത്തിലെ സ്ത്രീകൾ പോലും മതേതര സ്വഭാവം ഉൾക്കൊണ്ടവരായിരുന്നെന്നും MP MK രാഘവൻ പറഞ്ഞു. MES ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സാമൂതിരിയും കോയമാരും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തരും അവിഭാജ്യ ഭാരതീയരാണെന്ന് പറയുന്നതിന്റെ അടിത്തറ പാകിയത് സാമൂതിരിയായിരുന്നെന്നും മുസ്ലിങ്ങളെ സാമൂഹ്യപരമായും കച്ചവടപരമായും സഹായിക്കാനും സാമൂതിരി കുടുംബത്തിലെ സ്ത്രീകൾ പോലും മതേതര സ്വഭാവം ഉൾക്കൊണ്ടവരായിരുന്നെന്നും MP MK രാഘവൻ പറഞ്ഞു. MES ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറയുന്നത് സാമൂതിരിൽ ആരംഭിച്ചിട്ടുള്ള സംസ്കാരം, ഒരു മതേതര സ്വഭാവം, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരാളും നമ്മുടെ ഭാഗമാണ്, ഇന്ത്യയുടെ അവകാശികളാണെന്ന് എന്ന് ധീരമായി ഭരണഘടനയിൽ പോലും പറയാനിടയായിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കക്കാരൻ, അതിന്റെ ആധാരശില പാകിയത്, അടിത്തറ പാകിയത് സാമൂതിരി രാജവംശം തന്നെയാണ് പറഞ്ഞതിൽ അഭിമാനമുള്ള ഒരു വ്യക്തി കൂടിയാണ്. സാമൂതിരിയും കോയമാരും എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന സെമിനാറിൽ ചരിത്ര പണ്ഡിതൻ MGS നാരായണൻ വിഷയാവതരണവും മുഖ്യപ്രഭാഷണവും നടത്തി. സാമൂതിരി ഉണ്ണിയാനുജൻ രാജയെ ചടങ്ങിൽ ആദരിച്ചു. MES ജില്ലാ പ്രസിഡന്റ് CT സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്നു. PK അബ്ദുൽ ലത്തീഫ്, KV കുഞ്ഞഹമ്മദ് കോയ, ജില്ലാ ട്രഷറർ NPC അബ്ദുറഹിമാൻ, ഡോക്ടർ VK ജമാൽ, PH മുഹമ്മദ്, VP അബ്ദുറഹിമാൻ, നവാസ് കോയിശ്ശേരി എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ 37ാം വാർഷിക സമ്മേളനം മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. KSRTCയെ സംരക്ഷിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതിനായി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ 37ാം സംസ്ഥാന സമ്മേളനം പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. KSRTCയെ സംരക്ഷിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതിനായി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSRTC ജീവനക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സർക്കാർ അതിന് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചുകൊണ്ട് അതനുസരിച്ച് കാണാൻ സർക്കാർ ഓരോ വർഷവും
STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി PM കോയ, STU വർക്കിംഗ് പ്രസിഡന്റ് U പോക്കർ, കൊടിയിൽ ഹസൻ, STU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹനീഫ്, CK അബൂബക്കർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു. റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത പശ്ചാത്തലത്തിൽ നവംബർ 17 മുതൽ റേഷൻ കടകൾ അടച്ചിടുകയാണെന്ന് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. തുച്ഛമായ കമ്മീഷൻ വ്യവസ്ഥയിൽ റേഷൻ കടകൾ ഇനിയും നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും റേഷൻ സാധനങ്ങൾ കടയിൽ നേരിട്ടെത്തിച്ച് ഉടമകൾക്ക് വേതനം നൽകണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 1 കിൻഡൽ അരിക്കും ഗോതമ്പിനും 90 രൂപ തോതിൽ കമ്മീഷൻ ലഭിച്ചാൽ കയറ്റിറക്ക് കൂലിയും കട നടത്തുന്നതിനുള്ള ചെലവുകളും കഴിച്ച് മറ്റൊന്നും ബാക്കിയുണ്ടാവില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. അതിനാൽ ഇത്തരമൊരു കമ്മീഷൻ വ്യവസ്ഥയിൽ റേഷൻ കടകൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. റേഷൻ സാധനങ്ങൾ കടയിലെത്തിച്ച ശേഷം അവ വിതരണം ചെയ്യുന്നതിന് വ്യാപാരികൾക്ക് പ്രതിമാസ വേതനം നൽകുകയാണ് ഇതിനുള്ള പരിഹാരം. റേഷൻ വ്യാപാരികളുടെ വിവിധ പ്രശ്നങ്ങൾ കഴിഞ്ഞ നവംബറിൽ ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ചയിലെ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നവംബർ 17 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഇന്ന് നടപ്പാക്കും, നാളെ നടപ്പാക്കും, മറ്റന്നാൾ നടപ്പാക്കും, ഇങ്ങനെ ദിവസം പത്രങ്ങൾ വരുന്നു. ഭക്ഷ്യസുരക്ഷയാണോ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതുവരെ റേഷൻ വ്യാപാരികളുമായുള്ള കരാർ സർക്കാർ പാലിക്കണമെന്നും സാധാരണക്കാരുടെ ആശ്രയമായ റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ഗ്രീൻ പാലിയേറ്റിന്റെയും ഐഡിയൽ റിലീഫ് വിങ്ങിന്റെയും ആഭിമുഖ്യത്തിലാണ് ജൈവ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നത്. RMO ഡോക്ടർ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ പാലിയേറ്റിന്റെയും ഐഡിയൽ റിലീഫിന്റെയും ആഭിമുഖ്യത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ജൈവ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘാടകർ 5ാം ബ്ലോക്കിലും 7ാം ബ്ലോക്കിലുമാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വെണ്ട, തക്കാളി, ചീര, പപ്പായ, വഴുതിന, കയ്പ തുടങ്ങിയ പച്ചക്കറികളാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം RMO ഡോക്ടർ അബ്ബാസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ അഷ്റഫ് എടപ്പച്ച, സാജിദ KP, സിദ്ദിഖ് കളന്തോട്, നിസാർ P എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. വിമുക്ത ഭടന്മാരുടെ 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ അടുത്ത ശീതകാല സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന് MP MK രാഘവൻ പറഞ്ഞു. നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിമുക്ത ഭടന്മാരുടെ 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ അടുത്ത ശീതകാല സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന് MP MK രാഘവൻ പറഞ്ഞു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച നാഷണൽ എക്സ് സർവീസ്മെൻ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ ജില്ലാ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് കേണൽ ജയദേവ് PI മുഖ്യാതിഥിയായിരുന്നു. എക്സ് സർവീസ്മെൻ പ്രസിഡന്റ് P പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MV ജോസ്, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A വിശ്വനാഥൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗർവാസിസ് വട്ടുകുളം, ജോസ് തോമസ്, ക്യാപ്റ്റൻ വേലായുധൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി VP ചന്ദ്രശേഖരൻ, വൈസ് പ്രസിഡന്റ് AOB നായർ എന്നിവർ സംസാരിച്ചു.
മാലിന്യ നിർമ്മാർജ്ജനം എന്ന പൊതുസംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടികൾക്ക് എല്ലാവരുടെയും സഹകരണം ആവശ്യമെന്ന് CPM സെക്രട്ടറി പിണറായി വിജയൻ. ഈ ലക്ഷ്യം സാക്ഷാത്കരിച്ചാൽ നാടിനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി NGO യൂണിയൻ നടത്തിയ മെഡിക്കൽ കോളേജ് ശുചീകരണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഒരു പൊതു സംസ്കാരമായി വളർത്തിയെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ഈ സംസ്കാരം സാക്ഷാത്കരിക്കുക വഴി നാടിനെ നല്ല നിലയിലെത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തിയ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ തരത്തിലൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരലാണ് പ്രധാനം. അതിനുള്ള തുടക്കമാണ് നമ്മൾ കുറിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിന് സഹകരിച്ചാൽ മാത്രമേ സാധിക്കൂ. ഇത് എത്രയും നീട്ടി പറയാവുന്നൊരു കാര്യമാണ്. പക്ഷെ അത്ര നീട്ടി പറയുന്നത് ഇപ്പോൾ ഒരു ഔചിത്യമല്ല. കാരണം നമ്മൾ ഈ പണിയുടെ ഇടക്കാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ദീർഘമായി സംസാരിച്ചാൽ അത് അങ്ങേയറ്റം ഭംഗികേടാവും. ജില്ലയിൽ തെരഞ്ഞെടുത്ത 1000 പ്രവർത്തകർ 10 മേഖലയായി തിരിച്ചാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരം ശുചീകരിച്ചത്. മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ്, IMCH, ചെസ്റ്റ് ഹോസ്പിറ്റൽ എന്നിവിടെയാണ് ശുചീകരണങ്ങൾ നടത്തിയത്. NGO യൂണിയൻ 4 ലക്ഷം രൂപ ചെലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നൽകുന്ന 10 ട്രോളി, 15 വീൽ ചെയർ, വാർഡുകളിലേക്കുള്ള വേസ്റ്റ് ബിൻ, 100 ചെടിച്ചട്ടി എന്നിവ ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ടിന് പിണറായി വിജയൻ കൈമാറി. പ്രദീപ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി A രാജചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് കോർപ്പറേഷനും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും യന്ത്രസാമഗ്രികൾ നൽകി പ്രവർത്തനവുമായി സഹകരിച്ചു. അടുത്ത ഘട്ടമായി ജില്ലയിലെ 1000 പ്രവർത്തകരുടെ വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിക്കാനും യൂണിയന് പദ്ധതിയുണ്ട്. 100 സർക്കാർ ഓഫീസ് കോംപ്ലക്സുകളിലും മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കും. NGO യൂണിയൻ ഓഫീസുകളെല്ലാം പ്ലാസ്റ്റിക് ഫ്ലക്സ് രഹിത സ്ഥാപനങ്ങളാക്കാൻ ലക്ഷ്യമിട്ടും പ്രവർത്തനങ്ങൾ നടത്തും. കേരള മദ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കാർട്ടൂൺ പ്രദർശനം നടത്തി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ മന്ത്രി MK മുനീർ കാർട്ടൂൺ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യം വെച്ച് ബഷീർ കീഴ്ശ്ശേരി വരച്ച 100 കാർട്ടൂണുകളുടെ പ്രദർശനം ഒഫീസിൽ ബസ് സ്റ്റാൻഡിൽ നടന്നു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. MLA പ്രദീപ് കുമാർ അധ്യക്ഷം വഹിച്ചു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ TM രവീന്ദ്രൻ, സമിതി സംസ്ഥാന അധ്യക്ഷ പ്രൊഫസർ OJ ചിന്നമ്മ, കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ അരവിന്ദൻ, K കോയക്കുട്ടി മാസ്റ്റർ, ഭരതൻ പുത്തൂർവട്ടം, സൈനബ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മാതൃഭൂമി ആർട്ടിസ്റ്റ് മദനൻ മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ കീഴ്ശ്ശേരി നന്ദി പറഞ്ഞു. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 10, 11, 12 തീയതികളിൽ കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ നടക്കും. 17 ഉപജില്ലകളിൽ നിന്നായി 3500 കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 10 മുതൽ 12 വരെ കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 ഉപജില്ലകളിൽ നിന്ന് 3500ഓളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും. 98 മത്സരങ്ങളാണ് ആകെയുള്ളത്. സ്റ്റേഡിയത്തിലെ സൗകര്യക്കുറവ് കണക്കിലെടുത്ത് ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ എന്നിവ കൊയിലാണ്ടി നഗരസഭ സ്റ്റേഡിയത്തിലാണ് നടക്കുക. ദീർഘദൂര ഓട്ട മത്സരമാണ് മേളയിൽ ആദ്യമായി ആരംഭിക്കുന്നത്. 10 വൈകിട്ട് 3 മണിക്ക് MK രാഘവൻ MP മേള ഉദ്ഘാടനം ചെയ്യും. K ദാസൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. ദ്രോണാചാര്യർ OM നമ്പ്യാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 12 വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ K ശാന്ത, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ EK സുരേഷ് കുമാർ, KE ഇന്ദിര, T പുഷ്പ, CA റോനച്ചൻ, K സുനിൽകുമാർ, UK ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനിലെ സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ശുഭവാർത്ത എന്ന പത്രത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച നടക്കും. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ പ്രൊഫസർ AK പ്രേമജം പത്രത്തിന്റെ പ്രകാശനം നിർവഹിക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് പത്രം പ്രസിദ്ധീകരിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 35 വിദ്യാർത്ഥികളാണ് ശുഭവാർത്ത എന്ന പേരിൽ പത്രം പുറത്തിറക്കുന്നത്. ഈ വർഷം 4 പതിപ്പുകളാണ് പുറത്തിറക്കുക. കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രം, വിവിധ വകുപ്പുകൾ, മേധാവികൾ, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രവർത്തന മേഖലകൾ, മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരുടെ അഭിമുഖം തുടങ്ങിയവ അടങ്ങിയതാണ് ആദ്യ പതിപ്പ്. വാർത്താശേഖരണവും തിരുത്തും രൂപരേഖയും ഉൾപ്പെടെ സുപ്രധാന കാര്യങ്ങളെല്ലാം കുട്ടികൾ തന്നെ നിർവഹിച്ചിരിക്കുന്ന പത്രത്തിന്റെ നിർമ്മാണം വേറിട്ട അനുഭവമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10-ന് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ പ്രൊഫസർ AK പ്രേമജം ശുഭവാർത്തയുടെ പ്രകാശനം നിർവഹിക്കും. കോർപ്പറേഷനിലെ മുഴുവൻ സ്കൂളുകളിലും പത്രം വിതരണം ചെയ്യുമെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ
ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. Hi, casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക കേരളം നേരിടുന്ന അപച്യുതികളിലും പക്വതയില്ലാത്ത മലയാളിയുടെ തീരുമാനങ്ങളും അക്ഷമരായി നോക്കി നിൽക്കേണ്ടി വരുന്നത് ദുഃഖകരമാണെന്ന് ഞാറ്റുവേല സാംസ്കാരിക പ്രവർത്തക സംഘം വിലയിരുത്തി. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക കൂട്ടായ്മയിലാണ് സംഘടന ഇങ്ങനെ വിലയിരുത്തിയത്. ഞാറ്റുവേല സാംസ്കാരിക പ്രവർത്തക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നയപ്രഖ്യാപന സമ്മേളനം നടത്തി. സാംസ്കാരിക കേരളം നേരിടുന്ന അപച്യുതികളിലും പക്വതയില്ലാത്ത മലയാളിയുടെ തീരുമാനങ്ങളും പലപ്പോഴും അക്ഷമരായി നോക്കി നിൽക്കേണ്ടി വരുന്നത് ദുഃഖകരമാണെന്ന് സമ്മേളനം വിലയിരുത്തി. പണാധിപത്യവും സാംസ്കാരികാധിപത്യവും കൈവരിച്ച മലയാളി സമൂഹത്തിന് മുൻപിൽ 6 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവർ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ നടന്ന നയപ്രഖ്യാപന സമ്മേളനം ജനകീയ സംഗീത ചിത്രകലാ ആവിഷ്കാരങ്ങളോടെ തബലിസ്റ്റ് ഹരിനാരായണൻ, സിത്താറിസ്റ്റ് വിനോദ് ശങ്കർ എന്നിവർക്കൊപ്പം അനിരുദ്ധരാമൻ, അജയൻ കാരാടി, മജിനി, ജൈന, അനന്തകൃഷ്ണൻ എന്നിവർ സംയുക്തമായി ചിത്രം വരച്ചും ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക രാഷ്ട്രീയം കേരളത്തിൽ വെല്ലുവിളിയും സാധ്യതകളും എന്ന വിഷയത്തെ അധികരിച്ച് KP സേതുനാഥ് വിഷയം അവതരിപ്പിച്ചു. P. അംബിക അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ മുകുന്ദരുണ്ണി, സതീശൻ T, കമൽ D ചന്ദ്രൻ TV, ഷഹീദ് കൊച്ചി എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് നടന്ന കവി സമ്മേളനം ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു. രാഘവൻ അത്തോളി, നിസാമുദ്ദീൻ, MM സദാനന്ദൻ, അജയൻ കാരാടി, AG ലഭ്യൻ, ഹാഫിസ് മുഹമ്മദ്, പ്രമോദ് KR, ഹസ്ന പ്രേമൻ, മോളി, രാഗി എന്നിവർ കവി സമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പിന്നിലാണെന്നും രാജ്യാന്തര വിദ്യാഭ്യാസം കേന്ദ്രമാക്കി സംസ്ഥാനത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ സ്വയംഭരണ പദവി പ്രഖ്യാപിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർണ്ണാഭമായ നൃത്തവിരുന്നോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അന്താരാഷ്ട്ര കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് കോളേജുകൾക്ക് സ്വയംഭരണ പദവി നൽകുന്നതിന് സർക്കാർ അനുവാദം നൽകിയതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിന്റെ സ്വയംഭരണ പദവി പ്രഖ്യാപനം നടത്തുകയായിരുന്നു അദ്ദേഹം. സ്വയംഭരണ പദവി നൽകുമ്പോൾ കോളേജുകൾക്ക് അധികാരം കൈമാറുകയല്ല, മറിച്ച് അവരെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം ഏറെ മുന്നിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാം ഏറെ പിന്നിലാണ്. 10 വർഷം മുൻപ് ഒരു മാധ്യമ സ്ഥാപനം ഇന്ത്യയിലെ 70 കോളേജുകളെ തെരഞ്ഞെടുത്തപ്പോൾ അവയിൽ ഒന്നുപോലും കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത് 500 മികച്ച കോളേജുകളെ പ്രഖ്യാപിച്ചപ്പോഴും മറിച്ചായിരുന്നില്ല സ്ഥിതി. ഇതിനുള്ള കാരണം തിരക്കിയപ്പോൾ കേരളത്തിലെ കോളേജുകൾ കൂട്ടിലടച്ച കിളികളെ പോലെയാണെന്നും അവയ്ക്ക് അക്കാദമിക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്നുമായിരുന്നു വിശദീകരണം. എല്ലാറ്റിനും യൂണിവേഴ്സിറ്റികളുടെയും സർക്കാരിന്റെയും അനുമതി കാത്തു കഴിയുന്ന അവസ്ഥ മാറണം. നിർഭാഗ്യവശാൽ ചിലരിപ്പോഴും സ്വയംഭരണ പദവിയെ എതിർക്കുന്നുണ്ട്. കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണിത്. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർപ്പ് കാരണം നാം അറച്ചുനിന്നു. വലിയ നഷ്ടമാണ് ഇതുമൂലം നമുക്കുണ്ടായതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്ന മേഖലയിലേക്ക് നമുക്ക് മാറാം. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും നടപടികളും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചടങ്ങിൽ ദേവഗിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ജോസഫ് പൈക്കട അധ്യക്ഷം വഹിച്ചു. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനായേൽ, പ്രിൻസിപ്പൽ ഡോക്ടർ സിബിച്ചൻ M. തോമസ്, ഫാദർ ജോസ് വൈലി, കോളേജ് ഗവേണിംഗ് കൌൺസിൽ അംഗം ഡോക്ടർ MM. ബഷീർ, സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ TP. അഹമ്മദ്, കോളേജ് യൂണിയൻ ചെയർമാൻ ഷംനാസ് EP, ഡോക്ടർ ജോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു. കുത്തകകളുടെയും കോർപ്പറേറ്റുകളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കഴിഞ്ഞ UPA സർക്കാരും ഇപ്പോഴത്തെ മോദി സർക്കാരും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സർക്കാർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 8ാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3 ദിവസമായി കോഴിക്കോട് നടന്നു വന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ CWFI ദേശീയ സമ്മേളനത്തിന് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിൽ 10,000 പങ്കെടുത്തു. മുതലക്കുളത്തു നിന്നും സ്റ്റേഡിയം പരിസരത്തു നിന്നുമാണ് പ്രകടനങ്ങൾ ആരംഭിച്ചത്. CH ഫ്ലൈ ഓവറിന് സമീപം ഒന്നുചേർന്ന് പ്രകടനം സമ്മേളന നഗരിയായ ബീച്ചിലേക്ക് നീങ്ങി. സ്ത്രീകളടക്കം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ചെങ്കൊടിയേന്തി പ്രകടനത്തിൽ അണിനിരന്നത്. ബാൻഡ് വാദ്യവും ചെണ്ടമേളവും തെയ്യവും ശിങ്കാരിമേളവും തിറയും മുത്തുക്കുടയും നിശ്ചല ദൃശ്യങ്ങളുമെല്ലാം റാലിയിൽ അണിനിരന്നു. കടപ്പുറത്ത് നടന്ന പൊതുസമ്മേളനം ത്രിപുര മുഖ്യമന്ത്രി മാണിക് സർക്കാർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചതായി അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറി. പാവപ്പെട്ടവരുടെ പോക്കറ്റടിക്കുന്ന ഭരണമാണ് നടക്കുന്നത്. 6 മാസത്തെ ഭരണത്തിൽ സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്തായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് BJP സർക്കാരുകൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വിലക്കയറ്റം തടയാൻ ഒരു നടപടിയുമില്ല. പൊതുവിതരണ സമ്പ്രദായം തകർച്ചയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Good days for the common people of our country. They are bringing very hard and complicated days for the common people of our countries. Yes, they are bringing good days for the monopoly houses, for the trading community, for the corporate houses, for the black marketeers. Yes, they are bringing good days. These days, in any way, not be able to take care of the common people of our country. CWFI ദേശീയ പ്രസിഡന്റ് R. ശിങ്കാരവേലു അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി ദിബഞ്ജൻ ചക്രവർത്തി, CIT സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA, PK മുകുന്ദൻ, VP കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. VV ദക്ഷിണാമൂർത്തി, TP രാമകൃഷ്ണൻ, MLA മാരായ A. പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി, മേയർ AK പ്രേമജം, KP സഹദേവൻ, KV ജോസ്, വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി വാലന്റീൻ പാച്ചോ, നീൽ ആൻഡ്രൂസ്, ഹാസ് നിൻ, അജീബ്, റിബ്യൂർ ഇസ്ലാം എന്നീ വിദേശ പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി R. ശിങ്കാരവേലുവിനെയും ജനറൽ സെക്രട്ടറിയായി ദിബഞ്ജൻ ചക്രവർത്തിയെയും ദേശീയ സമ്മേളനം തെരഞ്ഞെടുത്തു. SB കർമാക്കറാണ് ട്രഷറർ. കോഴിക്കോട്ടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ പുതിയ കോഴ്സുകൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കോളേജിന് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് അധ്യക്ഷനായിരുന്നു. ഈസ്റ്റ് ഹിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന് 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. കോളേജിന് അനുവദിച്ച 4 BP.Ed ഇന്റഗ്രേറ്റഡ് കോഴ്സും 2 വർഷ MP.Ed കോഴ്സും പൂർത്തീകരിച്ച 4 ക്ലാസ് റൂമുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. And formally inaugurating the 2 new courses of Kerala, Sri Ummachandi will formally inaugurate the new classes building by unveiling the tablet. പ്രദീപ് കുമാറിന് വേറെ ഒന്നും പറയാനില്ലാഞ്ഞിട്ട് ഈ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനേതായാലും ഓട്ടം വേണ്ട. വിദ്യാഭ്യാസ മന്ത്രിയും അത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പം ഈ 12-ാം തീയതി ചീഫ് സെക്രട്ടറി വിളിച്ചിരിക്കുക. ചീഫ് സെക്രട്ടറി എല്ലാ സെക്രട്ടറിമാരെയും കൂടെ വിളിച്ചിരിക്കുക ഈ 12-ാം തീയതി. അന്ന് പ്രശ്നം തീരുന്നെങ്കിൽ തീരട്ടെ. ഈ കോളേജ് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രത്യേക പരിഗണന നൽകി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കോഴ്സുകൾ അനുവദിക്കുന്നതോടൊപ്പം 7 അസിസ്റ്റന്റ് പ്രൊഫസർമാർ, 1 മാട്രൺ, 1 ലൈബ്രറിയൻ, 1 ക്ലർക്ക് എന്നീ തസ്തികകളും ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞു. കോളേജിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി കോഴിക്കോട് നിന്നും തിരുവനന്തപുരം വരെ ഓടിയ വിദ്യാർത്ഥികളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സിന്തറ്റിക് ട്രാക്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നവംബർ 12-ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ സാംസ്കാരിക യുവജനകാര്യ മന്ത്രിമാരും ഡിസംബർ 2-ന് ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കും. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ A. പ്രദീപ് കുമാർ MLA, PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ V. ബാലകൃഷ്ണൻ, കൌൺസിലർ T. കൃഷ്ണദാസ്, പ്രിൻസിപ്പൽ R. ബിനോയ്, PTA വൈസ് പ്രസിഡന്റ് CB ജേക്കബ്, KC അബു, NV ബാബുരാജ്, PT ആസാദ്, KP രാജൻ, PV നവീന്ദ്രൻ, പ്രൊഫസർ ലൂസി വർഗീസ്, പ്രൊഫസർ രാജറാണി, ബാലകൃഷ്ണൻ നായർ, പെണ്ണമ്മ തോമസ്, നാരായണപിള്ള എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പൂളാടിക്കുന്ന് വെങ്ങളം ബൈപ്പാസിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തലക്കുളത്തൂർ പുളിക്കൂൽ ജനകീയ സമിതി ഞായറാഴ്ച വൈകിട്ട് 4-ന് മനുഷ്യച്ചങ്ങല തീർക്കും. പ്രദേശത്ത് നിലവിലുള്ള റോഡുകളിൽ നിന്ന് ബൈപ്പാസിലേക്ക് പ്രവേശനം അനുവദിക്കുക, വെള്ളക്കെട്ട് പരിഹരിക്കാൻ കലുങ്കുകളും മറ്റും നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം.
മദ്യനയം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഗൂഢാലോചന നടക്കുന്ന സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളതെന്ന് വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. മദ്യനയത്തിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാർ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് നവംബർ 13-ന് തിരുവനന്തപുരത്ത് പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാതക പൈപ്പ് ലൈൻ വിക്ടിംസ് ഫോറം. വിതരണ പൈപ്പ് ലൈൻ എന്ന പേരിൽ വ്യാവസായിക ആവശ്യത്തിന് വാതകം കടത്തുന്നത് വൻ അപകടത്തിന് വഴിവെക്കുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. പെൺകുട്ടി കാമുകനുമായി ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് നടന്ന കൊട്ടേഷൻ ആക്രമണത്തിന് പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് PM നവാസിനെതിരെ എടുത്തത് കള്ളക്കേസാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പാർട്ടിതല സമിതി. കേസെടുത്ത പോലീസുകാർക്കെതിരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെയും നടപടി വേണമെന്ന് അന്വേഷണ സമിതി അംഗങ്ങളായ ഒളവണ്ണ മണ്ഡലം 144 ബൂത്ത് പ്രസിഡന്റ് KP നിഷാദ്, വാർഡ് പ്രസിഡന്റ് C അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുക്കം മണാശ്ശേരിയിലെ KMCT ദന്തൽ കോളേജ് ഒരുക്കുന്ന സഞ്ചരിക്കുന്ന ആശുപത്രി നവംബർ 11 ചൊവ്വാഴ്ച രാവിലെ നാഷണൽ ഹോസ്പിറ്റലിനു മുന്നിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായിലെയും മോണയിലെയും ക്യാൻസർ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ പരിപാടിയും ചികിത്സയുമാണ് പ്രധാനമായും മൊബൈൽ ഡെന്റൽ ഹോസ്പിറ്റലിൽ നടക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴ വിവാദം സർക്കാരും മദ്യലോബിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തരും ഭാരതീയരാണെന്ന് പറയുന്നതിന്റെ അടിത്തറ പാകിയത് സാമൂതിരിയാണെന്ന് MK രാഘവൻ MP. സാമൂതിരിയും കോയമാരും എന്ന സെമിനാർ കോഴിക്കോട്. KSRTCയെ സംരക്ഷിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതിനായി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി MK മുനീർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.